ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു. ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ തെരഞ്ഞെടുപ്പിങ് അടുത്തു. അപ്പൊ ഈ ഡിക്ലറേഷൻ വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ CPIM അവരുടെ സ്ഥാനാർത്ഥി, CPIയും അവരുടെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. കൃത്യമായ കണ്ടെത്തലുകളും നമുക്ക് തോന്നും വലിയ പരാതികളൊന്നും ഇല്ലാത്ത രീതിയിൽ തന്നെ ആ ഒരു സ്ഥാനാർത്ഥി നിർണയം വന്നു കഴിഞ്ഞു. പക്ഷെ ഇപ്പോഴും കോൺഗ്രസ്സുകാർ ഇത് തുടങ്ങിയിട്ട് കുറെ നാളായി. അതായത് തെരഞ്ഞെടുപ്പില്ല, എനിക്കൊന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തൊട്ട് ഈ പറയുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളെ അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ആ ആള് ഈ ആളെന്നൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ഡിക്ലറേഷൻ വന്ന് ഇത്രയും സമയം കഴിഞ്ഞിട്ടും ഏതാണ്ട് ഇത്രയും മണിക്കൂറുകൾ 24 മണിക്കൂർ കൂട്ടാം, 24 മണിക്കൂറോളം അടുത്തിട്ടും ഇപ്പോഴും പറയുന്ന കോൺഗ്രസിന് സ്ഥാനാർത്ഥി പട്ടിക തയ്യാറായിട്ടില്ല. ഇതുവരെ പുറത്തോട്ട് വന്നിട്ടില്ല. ഇപ്പോഴും തമ്മിൽ ഈ പറയുന്ന പൊട്ടിത്തെറിയും പ്രശ്നങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്നത്തേക്കാകും ഇവരെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ പറ്റൂ? തലേദിവസമെങ്കിലും കിട്ടുമോ? ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം കിടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇപ്പൊ പഴയ ഒരു ആത്മവിശ്വാസമൊക്കെ കെട്ടുപോയ ഒരു അവസ്ഥയിലാണെന്ന് തോന്നി. ഇപ്പൊ ഈ VD സതീശൻ എന്ന് പറയുന്ന നേതാവ് പലപ്പോഴും അദ്ദേഹത്തിന്റെ ഇപ്പൊ ഈ അടുത്ത സമയത്തായിട്ട് അദ്ദേഹം നടത്തുന്ന പത്രസമ്മേളനങ്ങളാണെങ്കിലും അല്ലെങ്കിലും അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പഴയൊരു ആത്മവിശ്വാസമോ ചോരത്തിളപ്പൊന്നും അദ്ദേഹത്തിന്റെ മുഖത്തില്ല. കാരണം വേറൊന്നുമല്ല, ഇത് ഈ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ സ്ഥാനാർത്ഥി പട്ടിക കൊണ്ട് വെക്കുക എന്നുള്ളതാണ് ഇതിനകത്തിൽ ഏറ്റവും വലിയ റിസ്ക്. ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ CPM എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഇന്നലെ എനിക്ക് തോന്നുന്നു ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പിന്നെ ചീഫ് ഇലക്ഷൻ കമ്മീഷന്റെ പത്രസമ്മേളനം നടന്ന് ഏകദേശം ഒരു 4:30 ആയെന്ന് തോന്നുന്നു. 4:30 ആയപ്പം ബിനോയ് വിശ്വത്തിന്റെ വകയായിട്ട് ആദ്യത്തെ വെടിക്കെട്ടുണ്ടായിരുന്നു. അത് 25 മണ്ഡലങ്ങളിലെ CPIയുടെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. അത് കഴിഞ്ഞ് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ, ഏതാനും മിനിറ്റുകൾ മാത്രം കഴിഞ്ഞപ്പോൾ MP ഗോവിന്ദൻ മാഷും പത്രസമ്മേളനത്തിനായി എത്തുന്നു. അദ്ദേഹവും ബാക്കി എനിക്കൊന്ന് 75 പേരോളം വരുന്ന CPMന്റെ സ്ഥാനാർത്ഥി പട്ടികയും പുറത്തുവിട്ടു. ബാക്കിയുള്ളവരെല്ലാം ഇങ്ങനെ ഇപ്പം പിന്നെ അതിന്റെ പിന്നാലെ ഇപ്പം NCPയും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. അങ്ങനെ എല്ലാവരും സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന്റെ പിന്നാലെ LDF എന്ന് പറയുന്നൊരു മുന്നണി സജ്ജമായി എന്നുള്ളതാണ്. അത് കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാം, സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ആ പ്രഖ്യാപനം എല്ലാം കഴിഞ്ഞു, സ്ഥാനാർത്ഥികളെ വഹിച്ചുകൊണ്ടുള്ള CPMന്റെയും അല്ലെങ്കിൽ ഇടത് പാർട്ടികളുടെ വലിയൊരു റോഡ് ഷോ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്ന് വെച്ചാൽ ഒരു ഓളം തുടക്കത്തിൽ തന്നെ മെച്ചപ്പെട്ട ഒരു ഓളം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ, എനിക്ക് പിന്നെ TK ശ്യാമള മത്സരിക്കുന്നിടത്ത് മാത്രമേ ഉള്ളൂ ഒരു വിമതന്റെ ഒരു ചെറിയ ശല്യമുള്ളൂ. ബാക്കിയെല്ലാം ഏറെക്കുറെ സേഫാണ്. പിന്നെ പയ്യന്നൂരിൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ച് തന്നെയാണ് കുഞ്ഞികൃഷ്ണൻ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കും എന്നുള്ള കാര്യം. അതൊക്കെ നമുക്ക് അറിയാം നേരത്തെ മുതൽ തന്നെ. കാര്യം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വരുന്നതിനൊക്കെ മുന്നേ തന്നെ, അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ വരുന്നതിനൊക്കെ മുന്നേ തന്നെ അവർ ഈ കുഞ്ഞികൃഷ്ണൻ അവിടെ മിക്കവാറും വിമതനായി മത്സരിക്കും എന്നുള്ളതിൽ സ്വതന്ത്രനാകും എന്നുള്ളൊരു കാര്യം നമുക്ക് ഉറപ്പുണ്ടായിരുന്നു. പോട്ടെ, ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് CPM എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ അച്ചടക്കവും അതോടൊപ്പം തന്നെ സംഘടനാ ബലവുമാണ് നമ്മളിവിടെ കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെ സ്ഥാനാർത്ഥി പട്ടിക പൂർത്തീകരിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് അത് പുറത്തേക്ക് എത്തിക്കാൻ, അതായത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ആ ദിവസം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ്. എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഒഴിയാബാധയാണ് ഈ ഒരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറഞ്ഞത്. കാരണം ഇപ്പൊ നമുക്കറിയാം, MP IB ഈഡൻ അടക്കമുള്ള, കൊടിക്കുന്നിൽ സുരേഷ് അടക്കമുള്ള, അടൂർ പ്രകാശ് അടക്കമുള്ള MP എവിടെ മത്സരിക്കും, അവർക്ക് സീറ്റ് വേണം എന്നുള്ളൊരു വാശി അവർക്കുണ്ട്. അതോടൊപ്പം തന്നെ സുധാകരൻ ഇടഞ്ഞു നിൽക്കുന്നു. സുധാകരൻ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുധാകരൻ BJPക്ക് ഒരു മുതൽക്കൂട്ടാവും. കാര്യം ഇവിടെ നമ്മൾ നോക്കിയ അമ്പലപ്പുഴയിൽ സുധാകരനെ മത്സരിപ്പിച്ചു, സ്വതന്ത്രമായി മത്സരിക്കുന്നു, പിന്തുണ പ്രഖ്യാപിക്കുന്നത് UDF അല്ലെങ്കിൽ കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുന്നു. അപ്പൊ ഇങ്ങനെ പിന്തുണ പ്രഖ്യാപിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ KJ ജോബ് എന്ന് പറയുന്ന അവിടുത്തെ പിന്നെ KPCയുടെ ജനറൽ സെക്രട്ടറി രാജിവെക്കുന്നു. ഇനി BJPയിലേക്ക് പച്ചയ്ക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെച്ചത്. ഇപ്പൊ ഇങ്ങോട്ട് നോക്കൂ, ബാബു ദിവാകരൻ എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ അടൂരിലെ ഒരു കോൺഗ്രസ് നേതാവ് അത് രാജിവെക്കുന്നു, 2020യിലേക്ക് പോകുന്നു. ദാറ്റ് മീൻസ് NDAയിലേക്ക് പോകുന്നു. അപ്പൊ അങ്ങനെ വലിയ ശക്തമായ ചലനങ്ങൾ ഇപ്പൊ തന്നെ കോൺഗ്രസിനകത്ത് ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുക, 1 by 1 ആയിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ രമ്യ ഹരിദാസിനെ ചിറയൻകീഴ് സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു തീരുമാനത്തിലേക്ക് ഏകദേശം എത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിലാണ് അവിടെ നിന്നൊരു ഈ പറയുന്ന ദളിതന്മാരുടെ ഒരു വലിയ കോൺഗ്രസിനകത്തുള്ള ദളിതന്മാരുടെ ഒരു വലിയ
ഒരു പ്രതിഷേധം അവിടെ ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാനാർത്ഥി നിർണയം നടത്താൻ പറ്റാത്ത ഒരു സാഹചര്യം സാധ്യതകൾ എറിയുമ്പോൾ അറിയാം. ഇതെനിക്ക് തോന്നുന്നു ഓരോരുത്തർ ഇന്ന ആളെ ഞങ്ങൾ അവിടെ മത്സരിപ്പിക്കാൻ പോവുകയാണേ എന്ന് പറയും. അപ്പോഴുണ്ട് അവിടുത്തെ ഒരു പ്രതിഷേധം വരും. എങ്കിൽ വേണ്ട, മാറ്റി വെച്ചേക്കാം. ഇങ്ങനെ പലയിടങ്ങളിലും ആദ്യഘട്ടത്തിൽ ചെറിയ പ്രഖ്യാപനം നടത്തിക്കൊണ്ട് അത് വി.ഡി. സതീശനൊക്കെ വലിയ വിടുവായത്തം പറഞ്ഞായിരുന്നു. ഒരു മരുന്നിന് നിട്ടുവെക്കും. നമ്മൾ ഈ പറയുന്ന പോലെ ഈ ഓരോ വാക്സിനേഷൻ ഒക്കെ എടുക്കുന്ന സമയത്തെ വാക്സിനേഷൻ ചില മരുന്നുകളൊക്കെ ടെസ്റ്റ് അടിക്കുന്ന പരിപാടിയുണ്ട്. ഒരു ടെസ്റ്റ് ഡോസ് നമ്മുടെ ശരീരത്തിലേക്ക് ഇഞ്ചെക്ട് ചെയ്യും. ചൊറിച്ചില് അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ മെഡിസിൻ മാറ്റി വേറെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന പോലെയാണ്. ഇതൊരു ടെസ്റ്റ് ഡോസിന് ആരെങ്കിലും ഒരാളെ അവിടെ ഞങ്ങൾ ഇങ്ങനെ ഒരാൾ അവിടെ വരുന്നു, ഇങ്ങനെ ഒരു ശ്രുതി അങ്ങ് കൊടുക്കും. അപ്പൊ ഇതിങ്ങനെ പോയി കഴിയുമ്പോഴേക്ക് അവിടെ പ്രതിഷേധം ഉണ്ടെങ്കിൽ ഉടനെ ആ സ്ഥാനാർത്ഥിയെ കട്ട് ചെയ്ത് അതിന് പറ്റിയ ഒരാളെ അവിടെ തിരഞ്ഞെടുക്കും. ഇത് തന്നെ പൊതു രീതി. ഇപ്പോൾ കെ സുധാകരനാണെങ്കിൽ ഇടഞ്ഞു നിൽക്കുക. ഇപ്പൊ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം പുള്ളിക്ക് കണ്ണൂർ സീറ്റ് തന്നെ വേണം. അപ്പൊ കണ്ണൂർ സീറ്റിൽ ഇദ്ദേഹത്തെ പരിഗണിക്കണം. ഇപ്പൊ ഇവർ ചെയ്ത പരിപാടി എന്താ? ഈ എംപിമാർക്ക് മത്സരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന കുറച്ച് സീറ്റുകൾ ഉണ്ടല്ലോ, ഈ സീറ്റുകൾ തൽക്കാലത്തേക്ക് ഒഴിവാക്കിയിട്ടിരിക്കുക. അതായത് ഒരു 5 എംപിമാർക്ക് മത്സരിക്കാൻ വേണ്ട സീറ്റുകൾ തൽക്കാലം അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം, എന്നിട്ട് ബാക്കിയുള്ളിടത്ത് പ്രഖ്യാപിക്കാം എന്ന് പറയുന്ന ഒരു തീരുമാനത്തിലാണ് ഇപ്പൊ കോൺഗ്രസ് നിൽക്കുന്നത്. കാരണം എങ്ങാനും ഇവരെല്ലാം കൂടെ അവിടെ ചെന്ന് പ്രഷർ ചെയ്ത് ഹൈക്കമാൻഡിൽ പ്രഷർ ചെയ്തിട്ട് സീറ്റിനകത്ത് ഇവരെ മത്സരിപ്പിക്കാം എന്നൊരു തീരുമാനം വന്നു കഴിഞ്ഞാൽ പിന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവണ്ടല്ലോ. അതുകൊണ്ട് ആ സീറ്റ് നീക്കിയിട്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വലിയൊരു പ്രഖ്യാപനം ഈ അടുത്ത സമയത്ത് കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ കേട്ടതാണ്. അതായത് വി.ഡി. സതീശനും സണ്ണി ജോസഫും കൂടെ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് വലിയൊരു ഉപദേശം നൽകുന്നു. നിങ്ങൾ ആരും ഡൽഹിയിൽ കിടന്ന് തമ്പടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളെല്ലാം നാട്ടിലോട്ട് പൊയ്ക്കോളൂ എന്ന് വെച്ചാൽ ഡൽഹി കിടക്കണ്ട. അങ്ങനെ ഡൽഹി കിടക്കുന്നവരെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവർക്കുള്ള മെറിറ്റ് അല്ല ഡീമെറിറ്റ് ആയിരിക്കും എന്നാണ് അവരോട് പറഞ്ഞത്. എന്നുവെച്ചാൽ കാര്യം ഇവിടുന്ന് ഡൽഹി പോയി അവിടെ തമ്പടിച്ച് കിടന്ന് ഈ പറയുന്നത് KC ആയിട്ടും അല്ലാന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയായിട്ടൊക്കെ സംസാരിച്ച് ഒരു തീരുമാനത്തിലെത്തി എങ്ങനെയെങ്കിലും ഒരു സ്ഥാനാർത്ഥി ഈ ലിസ്റ്റിലേക്ക് കടന്നുകൂടാൻ വേണ്ടി ഇവിടുന്ന് കുറെ യൂത്തന്മാർ അവിടെ പോയി തമ്പടിച്ചു. ഇത് വി.ഡി. സതീശൻ അടക്കമുള്ള കാര്യം. സതീശൻ എന്തിനാ പിന്നെ, സണ്ണി ജോസഫ് എന്തിനാ? ഇവരൊക്കെ തന്നെ പോയി കാര്യങ്ങൾ സാധിക്കുകയാണെങ്കിൽ രമേശ് ചെന്നിത്തല ഇവിടുന്ന് ഫ്ലൈറ്റ് ചെയ്ത് അവിടെ ചെന്നിട്ട് അവിടെ ഇറങ്ങി ഞാൻ സ്ഥാനാർത്ഥിയാണ് ഇങ്ങനെ എഴുതി ഒപ്പിട്ടതാ എന്ന് പറഞ്ഞ് സ്ഥാനാർത്ഥി പട്ടികയും മേടിച്ചുകൊണ്ട് രമേശ് ചെന്നിത്തല വരുവാണെങ്കിൽ പിന്നെ എന്തിനാ? ഇപ്പൊ നാളെ ഷാഫി പറമ്പിൽ അവിടെ ചെന്നിട്ടോ അല്ലെങ്കിൽ ഇവിടുന്ന് അബിൻ വർക്ക് ചെയ്യുന്നിട്ടോ എന്നെ വേണ്ട ആറന്മുളയിൽ സ്ഥാനാർത്ഥിയായിട്ട് ഒരു പേരെഴുതി ഒപ്പിട്ടിങ്ങിതാ എന്ന് പറഞ്ഞാൽ എന്നെ രാഹുൽ ഗാന്ധി ആറന്മുള കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എഴുതി രാഹുൽ ഗാന്ധി ഒപ്പിട്ടിങ് കൊടുത്തിട്ട് കഴിഞ്ഞില്ലേ? ഇവിടെ നിന്ന് ഇലക്ഷൻ പ്രകടനം തുടങ്ങാമല്ലോ. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട CPM-ലും CPI-ലും ഉള്ള ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം സ്ഥാനാർത്ഥികൾ പ്രചരണം ആരംഭിക്കുക. കഴിഞ്ഞ ദിവസം റോഡ് ഷോ നടത്തി. ഇനി ഇവിടുത്തെ പ്രശ്നം എന്താ? ഇവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടക്കണം. എന്നിട്ട് ഈ സ്ഥാനാർത്ഥി ആദ്യം ഒരു കരട് ലിസ്റ്റ് പുറത്തു വിടണം. ഈ ലിസ്റ്റുമായി ആ പാടെ 90 പേര് അങ്ങനെ മത്സരിക്കുന്നുള്ളൂ. അത് ആലോചിച്ച് നോക്കണം. അപ്പൊ എന്നിട്ട് ഈ കരട് ലിസ്റ്റ് പുറത്തേക്ക് വിടണം. എന്നിട്ട് ഈ കരട് ലിസ്റ്റിന്മേലുള്ള ചർച്ച പിന്നീട് നടക്കണം. ഇതിനെ തുടർന്നുള്ള അടി പിന്നീട് നടക്കണം. ചർച്ച കഴിഞ്ഞ അടി, പിന്നെ ചീത്തവിളി, ഇറങ്ങിപ്പോക്ക് തുടങ്ങിയ എല്ലാ സഭാ നടപടികളും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇവർക്ക് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ കഴിയൂ. അപ്പം ഇല്ലാന്നുണ്ടെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസ് പാർട്ടി പോകും. എന്നിട്ട് ഇതെല്ലാം അതിന് ആഴ്ചകൾ എടുക്കും. അപ്പോഴേക്ക് ഇടതുപക്ഷത്തിന്റെ ഒരു ഫേസ് കഴിയും. ഇടതുപക്ഷത്തിന്റെ ഒരു എന്താ പറയാ പ്രചരണത്തിന്റെ ഒരു ഫേസ് അന്നേരം അവിടെ കഴിയുകയാണ്. അപ്പം അത് കഴിഞ്ഞിട്ട് കോൺഗ്രസ്സുകാർ പ്രകടനം തുടങ്ങും. കഴിഞ്ഞ ദിവസം എന്താണ് തിരുവനന്തപുരം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പ് നമ്മൾ എടുത്തു നോക്കുകയുള്ളൂ. തിരുവനന്തപുരത്ത് ആദ്യം സ്ഥാനാർത്ഥി നിർണയം നടത്തിയ കോൺഗ്രസ് പാർട്ടിയാണ്. ആദ്യ സ്ഥാനാർത്ഥി നിർണയം നടക്കുന്നു. വിജയ് പറഞ്ഞു, കണ്ടില്ലേ, ഇതുപോലെ ആയിരിക്കും ഞങ്ങള് ഇതിനും ചെയ്യാൻ പോണത്. ഇതുപോലെ തന്നെ ഞങ്ങൾ മിക്കവാറും പിന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഇത് തന്നെയായിരിക്കും, വളരെ പെട്ടെന്ന് സ്ഥാനാർത്ഥി നിർണയം ഉണ്ടാവും. ഇത് പക്ഷേ സതീഷിന് കിട്ടി 8-ന്റെ പണിയായിപ്പോയി. കാര്യം ഇത്ര പെട്ടെന്ന് കൊണ്ടുവന്ന് പ്രഖ്യാപിക്കാൻ സതീശൻ ചിന്തിച്ചു പോലുമില്ല. അത് സതീഷിന് പറ്റിയൊരു അബദ്ധമാണ്. ഇനിയിപ്പോ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ CPM-കാർ തെരുവിലിറങ്ങി എന്നുവെച്ചാൽ ഇലക്ഷൻ പ്രചരണത്തിനായിട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞു. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ സിറ്റിംഗ് MLA-മാർക്ക് ഏകദേശം UDF-ന്റെ സീറ്റ് ഉറപ്പിക്കാം. ബാക്കിയുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഏറ്റവും അധികം പ്രശ്നം. കാര്യം സിറ്റിംഗ് MLA-മാരെന്ന് പറഞ്ഞാൽ 21 പേരേ ഉള്ളൂ. ബാക്കി വരുന്ന 90 പേര് മത്സരിക്കുമ്പോൾ 70 സ്ഥാനാർത്ഥികളെ കണ്ടുപിടിക്കണം, 70 സീറ്റുകൾ ഫില്ല് ചെയ്യണം. ഇത് കൂടാതെ പിന്നെ ബാക്കി ലീഗിന്റെ ഒക്കെ അവർ നോക്കിക്കോളും. സീറ്റുകളെല്ലാം ഇപ്പൊ ലീഗിന്റെ ഇപ്പൊ വേങ്ങര വേണോ വേണ്ട അത് വേണോ ഇത് വേണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് ഇപ്പൊ അവര് നിൽക്കുന്നത്. അപ്പം വേങ്ങര കുഞ്ഞാലിക്കുട്ടിയുടെയാണ്. അപ്പൊ കുഞ്ഞാലിക്കുട്ടിയുടെ വേങ്ങര KM ഷാജിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മലപ്പുറം ഇദ്ദേഹം എടുക്കാൻ ഉള്ള തീരുമാനമായത്. മറ്റേ കൊടുവള്ളിയായിരുന്നു തോന്നുന്നു പിന്നെ ഇയാളുടെ KM ഷാജിയുടെ. അപ്പൊ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്കൊക്കെ ലീഗ് ഏറെക്കുറെ അടുത്തുകൊണ്ടിരിക്കുകയാണ്. RSP സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. വലിയ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് ഷിബു ബേബി ജോണിനെ പ്രഖ്യാപിച്ചു. ഇവിടെ കുന്നത്തൂര് ഉല്ലാസ് കോവൂരിനെ പ്രഖ്യാപിച്ചു.
അവിടെ നോക്കിക്കഴിഞ്ഞാല് വിഷ്ണു മോഹനെ 20 പേർത്തും പിന്നെ ആറ്റിങ്ങിലും ഒരാളെ, ഇങ്ങനെ 4 സ്ഥാനാർത്ഥികളെ മാത്രമേ ഉള്ളൂ. വലിയ റിസ്ക് ഇല്ല അവർക്ക്. അതുകൊണ്ട് 4 സ്ഥാനാർത്ഥികളെ അവരങ്ങ് പ്രഖ്യാപിച്ചു, RSP മാത്രം. ഇനി PJ ജോസഫിന്റെ സ്ഥാനാർത്ഥികളുടെ വരാനുണ്ട്, അത് ഇതിനെക്കാട്ടി വലിയ കോമഡി ആയിരിക്കും. അപ്പൊ PJ ജോസഫിന്റെ വരാനുണ്ട്. ഇനിയിപ്പം കോൺഗ്രസിന്റെയും കൂടെ ഒക്കെ ആയി കഴിയുമ്പോൾ ലീഗ് പിന്നെ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ, കാര്യം അതൊരു കൃത്യമായ ഒരു നിലപാട് വെച്ച് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. അപ്പൊ അതുകൊണ്ട് അതിനും സ്ഥാനാർത്ഥികളുടെയും വലിയ കീറാമുട്ടിയാവില്ല ഇവിടെ. ഇനിയും പിന്നെ ഇവിടെ ഇപ്പൊ അവർ കട തുറന്നിരിക്കുക. ഇപ്പം BJP-ക്കാർ തൊട്ടപ്പുറത്ത് ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടിരിക്കുക. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ KPCC-യുടെ തൊട്ടടുത്തായിട്ട് തന്നെ കൗണ്ടർ ഓപ്പൺ ചെയ്ത്, ഇന്ദിരാഭവന്റെ തൊട്ടടുത്തായിട്ട് വെള്ളയമ്പലത്തിൽ ചെറിയൊരു കൗണ്ടർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കാര്യം സ്ഥാനാർത്ഥി നിർണ്ണയം കഴിയുമ്പോൾ കുറച്ച് പേര് അതുവഴി നടന്നു വരും. വാ ഇന്നടുത്ത് സീറ്റ് ഒഴിവുണ്ടെന്നും പറഞ്ഞിട്ട് പ്രത്യേക തരത്തിൽ അവിടെ പ്രത്യേകം ബുക്കും പേപ്പറും ഒക്കെ ആയിട്ട് രാജീവ് ചന്ദ്രശേഖർ ഇരിപ്പുണ്ട്. ഒപ്പിട്ടും സീൽ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ പേര് മാത്രം മാറ്റിയാൽ മതി. പേരും മണ്ഡലത്തിന്റെ പേരും മാത്രം മാറ്റി ഒരു പേപ്പർ അടിച്ച് അവരുടെ കൈ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കും. കാര്യം കോൺഗ്രസ്സുകാർ കുറെ പേര് ഇതുവഴി വരാനുണ്ട്. അപ്പം വരുന്നവരെല്ലാം വിളിച്ചിട്ട് ഈ പേപ്പർ അങ്ങോട്ട് മേടിച്ചിട്ട് ഇങ്ങനെ വന്ന ചേട്ടാ എവിടെയായിരുന്നു വേണ്ടത്, അത് ഇന്ന മണ്ഡലം, ഞാൻ ആ മണ്ഡലത്തിൽ സീറ്റ് ചോദിച്ചായിരുന്നു, ഇവിടെ പിന്നെ അരുവിക്കര മണ്ഡലത്തിൽ ഞാൻ സീറ്റ്, അരുവിക്കര നമുക്കിപ്പോ ആളില്ല, നിങ്ങൾ അവിടുത്തെ BJP സ്ഥാനാർത്ഥി എന്നും പറഞ്ഞിട്ട് മിക്കവാറും കോൺഗ്രസ്സുകാരെ എല്ലാം പിടിച്ച് മിക്കവാറും BJP-ക്കാര് ഈ ഇന്ദിരാഭവന്റെ തൊട്ടടുത്ത് ഒരു കൗണ്ടർ ഓപ്പൺ ചെയ്തെന്നാണ് കേൾക്കുന്നത്. എന്നിട്ട് ഇവരെല്ലാം വിളിച്ചിട്ട് ഇങ്ങനെ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ്സുകാർ വേണ്ടാന്ന് പറയുന്നിടത്തേക്ക്, കോൺഗ്രസ്സുകാരെ നിർത്തുന്നിടത്തേക്ക് താല്പര്യം ഉണ്ടായിരുന്നവർക്ക് സീറ്റ് കൊടുക്കാൻ വേണ്ടി BJP-ക്കാർ തയ്യാറായിരിക്കും. ഇവർ തമ്മിൽ കൊണ്ടും കൊടുത്തുള്ള ഒരു ഭയങ്കരമായ ആത്മബന്ധം അവർക്ക് തമ്മിലുണ്ട്. അതുകൊണ്ടാണല്ലോ ഇപ്പൊ പോയവരെല്ലാം NDA പാളയത്തിലേക്ക് തന്നെ പോയിരിക്കുന്നത്. അപ്പം ഇതിന്റെ ഒരു വലിയ കീറാമുട്ടിയാണ് സുധാകരൻ. ഇത് കഴിഞ്ഞിട്ട് സുധാകരനെ വെയിറ്റ് ചെയ്ത് രാജീവ് ചന്ദ്രശേഖർ ഷാള് തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സ്പെഷ്യൽ ഷാള് രാജീവ് ചന്ദ്രശേഖർ തയ്പ്പിച്ച് വെച്ചിട്ടുണ്ട്. കണ്ണൂർ സീറ്റിൽ ഇതുവരെ BJP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പൊ കണ്ണൂർ സീറ്റ് BJP സ്ഥാനാർത്ഥിയായിട്ട് സുധാകരനെ മത്സരിപ്പിക്കാൻ വേണ്ടി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള എല്ലാവരും സുസജ്ജമായിരിക്കുന്ന ഒരു സാഹചര്യം കൂടി ഇപ്പോൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ അതുകൊണ്ട് കുറച്ചുകൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഈ ഒരു 2-3 ദിവസത്തിനകത്ത് തന്നെ, തിങ്കളാഴ്ച തുടങ്ങിയതല്ലേ, ഇനി 2 ദിവസം ബുധനാഴ്ചയോട് കൂടി തന്നെ മിക്കവാറും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വരും. അന്തിമമാവില്ല, അപ്പോഴും കരടായിരിക്കും. കാര്യം അത് കഴിഞ്ഞിട്ട് വേണം കുറച്ചുപേര് പുറത്തേക്ക് പോകുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രഖ്യാപിക്കുമ്പോൾ കുറച്ചുപേരുടെ പോകും. അപ്പൊ എന്നിട്ട് വേണം BJP-ക്കാർക്ക് സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിക്കാൻ. അപ്പൊ ഇങ്ങനെ തുടങ്ങി ഒരുപാട് തുടർചലനങ്ങൾ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. തൽക്കാലം എന്തായാലും CPM-കാര് ആദ്യത്തെ ഘട്ടം ആരംഭിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും.